ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് കിച്ചൺ തന്നെ ആയിരിക്കും അല്ലേ. അവിടെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഫുഡ് പാകം ചെയ്തും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു അടുക്കളയിൽ ഫുള്ളായിട്ട് നെഗറ്റീവ് എനർജി നിറഞ്ഞു നിന്നാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിൽ ഒരു ഐശ്വര്യം ഉണ്ടാകത്തില്ല കേട്ടെ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഫുള്ളായിട്ടും പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കിച്ചണിൽ രാവിലെ ഇവിടെ കയറുന്ന സമയത്ത് തന്നെ അടച്ചിട്ടിരിക്കുന്ന ജനാലൊക്കെ ഒന്ന് തുറന്നിടുക കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കൊരു ഫ്രഷ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കാറ്റും ആ ഒരു നേരം വെളുത്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സൂര്യപ്രകാശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും. അത് നമ്മൾ അടച്ചു മൂടിയിട്ടിരിക്കുന്ന ഒരു കിച്ചണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് അടച്ചിടുമ്പോൾ അറിയാം ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ തുറന്നിടുമ്പോൾ നമുക്കൊരു ഫ്രഷ് എനർജി അതുപോലെ ഒരു പോസിറ്റീവ് വൈബും ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്രയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ചായ ഇട്ടാൽ പോലും അതിൻ്റെ സൈഡിലൊക്കെ അത് ആ ഒരു ചായപ്പൊടിയോ അല്ലെങ്കിൽ ആ ചായ പൊങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു കറയോ ഒക്കെ അവിടെ വീണിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരു പാചകം ചെയ്യുന്ന സമയത്തായാലും ഗ്യാസ് സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്താലും മതി കേട്ടോ. ഗ്യാസ് സ്റ്റൗ നല്ല ഫ്രഷ് ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ കിച്ചണിലൊരു ഫ്രഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അടുക്കള എത്ര വലുതായാലും ചെറുതായാലും നമ്മളെപ്പോഴും നല്ല നീറ്റാക്കി അറേഞ്ച് ചെയ്ത് ഓരോ സാധനങ്ങളും അതാ സ്ഥാനങ്ങളിലൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരു അടുക്കും ചിട്ടയോട് കൂടിയിരിക്കുന്ന ഒരു കിച്ചണും അതുപോലെ തന്നെ എല്ലാം വലിച്ചു വാരിട്ടിരിക്കുന്ന ഒരു കിച്ചണും ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നമുക്ക് വെറുതെ ഇരിക്കാൻ പോലും നല്ല അറേഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു കിച്ചണിൽ കിടക്കുമ്പോൾ നമുക്കതൊരു ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പലരും കണ്ടിട്ടുണ്ട്, ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ നിറച്ച് സാധനങ്ങൾ വെക്കുന്നത്. അങ്ങനെ വെക്കുന്നതും നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്കൊരു വൃത്തിയും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷനിലേക്ക് കുറച്ച് കംഫർട്ടോ പുൽത്തൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അടുക്കള ഫുള്ളായിട്ട് നല്ലൊരു ഗുഡ് സ്മെല്ലായിരിക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യില്ലേ, ആ ഒരു സമയത്ത് ഈ ഓറഞ്ച് പീലും വിനാഗിരിയും കൂടി മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ഐസ് ക്യൂബ് ആക്കിയിട്ട് അതിലൊരു ഐസ് എടുത്ത് നമ്മുടെ സിങ്കിലിട്ടിട്ട് പോവുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. നമുക്ക് രാവിലെ ചിലപ്പോൾ ഒരു നല്ല മൂഡിലൊന്നും ആയിരിക്കും നമ്മൾ എഴുതിച്ച് വരുന്നത്, പക്ഷേ നമ്മുടെ ഒരു മൂഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ആ ഒരു സ്മെല്ല് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ആദ്യം പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഞാനിത് ചെയ്യാറുണ്ട്. മഴ സമയത്തൊക്കെ ചിലൊരു വല്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ മടിയോട് കൂടി ആയിരിക്കുമല്ലോ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു വൈബ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ മാക്സിമം പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക. അപ്പോൾ ഉള്ള പാത്രങ്ങൾ മാക്സിമം അപ്പോൾ തന്നെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താലും പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ളൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ കിച്ചൺ സിങ്ക് ഒന്ന് കാലിയാക്കി ഇട്ടാൽ തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു പോസിറ്റിവിറ്റി കൂടും കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വൈപ്പർ വെച്ചിട്ട് ആ വെള്ളം ഫുള്ളൊന്ന് തുടച്ച് കളയുക. അല്ലെന്നുണ്ടെങ്കിൽ കുരുട്ടീച്ച ഉണ്ടാവും കേട്ടോ. കുരുട്ടീച്ച ഉണ്ടായാലും നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഒരു കുഞ്ഞ് ബിന്ന് എപ്പോഴും ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് വെച്ചിരിക്കുക. അതെപ്പോഴും ഒരു കുഞ്ഞ് സിങ്കായിരിക്കുന്നതായിരിക്കും, ഒരു കുഞ്ഞ് പാത്രമായിരിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് വേസ്റ്റ് കുറച്ചാകുമ്പോൾ തന്നെ നമുക്ക് കളയാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് കൂടുതലൊക്കെ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ബാഡ് സ്മെല്ലുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ആണല്ലോ ആ ഒരു ബിന്നിലേക്ക് ഇടുന്നത്. ഞാനിവിടെ ഈ നമ്മൾ ഫാമിലി പാക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങത്തില്ലേ, ആ ഒരു ബോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുക. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നിറയും, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിവാക്കാനും പറ്റുമല്ലോ. ഇത് നിറയുന്ന സമയത്ത് പുറത്തുകൊണ്ട് കളയട്ടെ, അപ്പോൾ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിടുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ വിനാഗിരിയും സോഡാപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടും ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അതാകുമ്പോഴത്തേക്ക് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ ഒരു തിളക്കവും നമുക്ക് നിലനിൽക്കും. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിനോട് ചേർന്നുള്ള ടാപ്പും നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യുക. കിച്ചൺ സിങ്കും ടാപ്പും ഒക്കെ ഒരു കളർ മങ്ങിക്കിടന്നാലും നമ്മുടെ കിച്ചൺ ഒരു ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ കാണാൻ. അതുമാത്രമല്ല നമ്മൾ ഡെയിലി ഇതുപോലെ വാഷ് ചെയ്യുവാണെങ്കിൽ കിച്ചൺ സിങ്കും ടാപ്പും ഒക്കെ നല്ല എപ്പോഴും നല്ല ഷൈനി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അടുത്തൊരു ടിപ്പ്, നമ്മുടെ കിച്ചണിൽ മാക്സിമം പച്ചപ്പ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വലിയ പണച്ചിലവൊന്നുമില്ല കേട്ടോ. ഈ ഒരു ലക്കി ബാമ്പു, അതുപോലെ തന്നെ മണി പ്ലാന്റ്, പിന്നെ അകത്ത് വെക്കുന്ന കുറേയധികം പച്ച കളർ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ. കുറേയധികം ചെടികളുണ്ട്. ഇപ്പോൾ എൻ്റെ ഇവിടെ മണി പ്ലാന്റും ഈ ഒരു ലക്കി ബാമ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ, പൊട്ടിയ ഭരണിയോ കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതിലിതുപോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ വെച്ച് നടുക. കൂടുതലും എനിക്ക് വെള്ളത്തിലിട്ട് വെക്കുന്നതായിട്ട് നല്ലത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. മണ്ണിലുള്ളത് എനിക്ക് അത്ര വലിയ
ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ഒരാഴ്ചയൊക്കെ ചേർത്തൊക്കെ നമ്മൾ വെയിലത്തൊക്കെ വെച്ചില്ലെങ്കിൽ അതായത് അത്ര ഹെൽത്തി ആയിട്ട് വളരത്തില്ല. പക്ഷേ വെള്ളത്തിലിട്ട് വെക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കും. ഇങ്ങനെ ഓരോ പ്ലാന്റ് നമ്മൾ കിച്ചണിൽ മാത്രമല്ല നമ്മുടെ വീട് ഫുള്ളായിട്ടും വെക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്കൊരു ഫ്രഷ് എനർജി ആയിരിക്കും, നമുക്കൊരു ഫ്രഷ് എയർ ആയിരിക്കും കിട്ടുന്നത്. അവർ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വലിച്ചിട്ട് നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മണി പ്ലാന്റ് നമ്മൾ വലിയ രീതിയിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുക. പിന്നെ അതിലെന്താണ് കുറച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. ഇലയിലുള്ള പൊടിയും അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറത്തുകൊണ്ട് വയ്ക്കുക. ഇത്ര മതി കേട്ടോ. ആ ഒരു വെയിലും കൂടി കൊണ്ട് കഴിയുമ്പോൾ തന്നെ ഈ മണി പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളരും. പിന്നെന്താണ് ഇവിടെ ഇപ്പോൾ ഞാൻ 3 പ്ലാന്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ 2 മണി പ്ലാന്റും പിന്നെ ഒരെണ്ണം മണ്ണിൽ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് അത്ര വലിയ ഹെൽത്തി ആയിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി പുറത്തുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മഴയായതുകൊണ്ട് ഞാൻ അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു വെള്ളം കിട്ടും, താഴെ ഹോളിലല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും അകത്തുകൊണ്ട് വെച്ചതാണ്. നെക്സ്റ്റ് നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലിന് വേണ്ടി നല്ല മണമുള്ള മെഴുകുതിരിയോ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ കിച്ചണിൽ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കിച്ചണിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഈ കൊച്ചു കൊച്ചു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീട്ടിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.